ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. ഏതൊരു ഡിസൈനർക്കും നല്ല മനോഹരമായൊരു ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ, ഒരു മനോഹരമായൊരു പോസ്റ്റർ ആകട്ടെ, മനോഹരമായൊരു ബ്രൗഷർ ആയിക്കോട്ടെ, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മനോഹരമായൊരു ഫോണ്ട് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് ഏത് ഫോണ്ടാണെന്ന് അറിയാൻ ഒരു പ്രത്യേക ക്യൂരിയോസിറ്റിയാണ്. അല്ലെങ്കിൽ ഒരു ലോഗോ കാണുക, അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ഡിസൈൻ നമ്മൾ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ഡിസൈനറെ സംബന്ധിച്ചിടത്തോളം, നല്ലൊരു ഡിസൈൻ ചിന്താഗതിയുള്ള ഒരു ഡിസൈനറെ സംബന്ധിച്ചിടത്തോളം അവൻ അറിഞ്ഞുകൂടാത്ത ഫോണ്ടാണ് ആ യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ അവൻ്റെ മൈൻഡിൽ ഓടിയെത്തുന്നതാണ് ഇത് ഏത് ഫോണ്ടാണ് അല്ലെങ്കിൽ ഇത് എവിടെ നിന്ന് ഈ ഫോണ്ട് കിട്ടും തുടങ്ങിയ ഒരു സംശയം. ചില ഗ്രാഫിക് ഡിസൈനേഴ്സിൻ്റെയും മറ്റ് ഡിസൈനേഴ്സിൻ്റെയൊക്കെ ഗ്രൂപ്പ്സുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ സ്ഥിരം വരുന്നൊരു സംശയമാണ്, പല ഡിസൈനേഴ്സും ഉന്നയിക്കുന്നൊരു സംശയമാണ്, ഇതിൻ്റെ ഫോണ്ട് നെയിം ഒന്ന് പറഞ്ഞു തരാമോ, ഈ ഫോണ്ട് എവിടെ നിന്ന് കിട്ടുമെന്നൊന്ന് പറഞ്ഞു തരാമോ തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ അല്ലേ. ഇന്ന് അത്തരം സംശയങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ. ഓക്കെ, നമുക്ക് ഈ വെബ്സൈറ്റ് ഒന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ വെബ്സൈറ്റ് URL ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. myfonts.com എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടൊരു വെബ്സൈറ്റാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് ഡിസൈനേഴ്സിന് വളരെ ഫെമിലിയർ ആയിട്ടൊരു വെബ്സൈറ്റാണ്. പക്ഷേ myfonts.com/what the font എന്ന് പറയുന്ന URL ചിലപ്പോൾ ചിലർ ശ്രദ്ധിച്ച് കാണത്തില്ല. എനിവേ ഇതൊരു നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു URL ആണ്. നമുക്ക് ഏതെങ്കിലും ഒരു ഇമേജിൻ്റെ ഫോണ്ട് ഫൈൻഡ് ചെയ്ത് അത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ഈ ഒരു URL നിങ്ങളെ വളരെയേറെ ഹെൽപ്പ് ചെയ്യും. നമുക്കൊരു ഇമേജ് ഒന്ന് ബ്രൗസ് ചെയ്ത് നോക്കാം. ഞാനിതിൻ്റെ പോസ്റ്റർ ഡിസൈൻ ചെയ്ത ഈ ഒരു ഇമേജ് തന്നെ നമുക്ക് തൽക്കാലം എടുക്കാം. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് തന്നെ കുറേ ടെക്സ്റ്റുകൾ ഓട്ടോമാറ്റിക് ഡിറ്റക്റ്റ് ചെയ്ത് തരും. ഉദാഹരണത്തിന് ഇതിലെവിടെയൊക്കെയാണ് ടെക്സ്റ്റ് യൂസ് ചെയ്തതിന് ഓരോരോ ഏരിയകളെ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഫോണ്ട് ഞാനിപ്പം ഫോണ്ട് എന്ന് എഴുതിയിരിക്കുന്നത് തന്നെ ചൂസ് ചെയ്യുകയാണ്. എന്നിട്ട് ഈ നീല ബട്ടണിൽ ക്ലിക്ക് ഹിയർ ടു ഐഡൻറ്റിഫൈ ദ സെലക്ട് ഫോണ്ട് എന്നുള്ളതിൻ്റെ ബ്ലൂ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫോണ്ടുകളുടെ ഒരു ലിസ്റ്റ് നമ്മുടെ മുമ്പിൽ അങ്ങോട്ട് ക്ലാസിഫൈ ചെയ്ത് തരും. ഓക്കെ, അപ്പം അതിനോട് മാച്ച് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരുപാട് ഫോണ്ട് ഉണ്ട്. കണ്ടോ, ഒരു ഫോണ്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ടായിരിക്കും വേറൊരു ഫോണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനോട് സാദൃശ്യം തോന്നുന്ന ഒരുപാട് ഫോണ്ടുകൾ ഇതിൽ നമുക്ക് ലിസ്റ്റ് ചെയ്ത് തരും. അതിനകത്ത് പലതും തന്നെ പെയ്ഡ് ആയിരിക്കും. അവർക്ക് വലിയ വലിയ കമ്പനികളുടെ ബ്രൗഷേഴ്സുകളോ മറ്റ് ഡിസൈൻസുകളോ ഒക്കെ നിങ്ങൾ റെഫർ ചെയ്യുകയാണെങ്കിൽ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന പല ഫോണ്ടുകളും പെയ്ഡ് ഫോണ്ട് തന്നെ ആയിരിക്കും. അപ്പം നമുക്ക് പെയ്ഡ് ആയിട്ടുള്ള ഫോണ്ടുകൾ മേടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 0 റേറ്റിൽ കാണിക്കുന്ന ഏതെങ്കിലും ഫോണ്ടുകൾ ഉണ്ടോ എന്ന് നമുക്ക് ആദ്യം ഒന്ന് ഫൈൻഡ് ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് ഇതിനകത്ത് ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് ബിബാസ് ന്യൂ എന്ന് പറയുന്ന ഫോണ്ട് $0 റേറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിയൊക്കെ മറ്റ് $29, $14 അങ്ങനെ പോകുന്നു. അപ്പോൾ $0 ഇതിനോട് ഏറ്റവും സാദൃശ്യമായ ഫസ്റ്റ് ഫോണ്ടാണ് ഇതെടുത്തിരിക്കുന്നത് ബിബാസ് ന്യൂ എന്ന് പറഞ്ഞ ഫോണ്ട്. കറക്റ്റ് എക്സാക്ട്ലി ആ ഫോണ്ട് തന്നെയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് കിട്ടാവുന്ന നിങ്ങൾക്കുള്ള അതിൻ്റെ ഫോണ്ടിൻ്റെ ഒരു പേജിലേക്ക് പോകും. അതിപ്പോൾ മൈഫോൺസിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും വെബ്സൈറ്റുകളിൽ പോയാലും ഇത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ബിബാസ് ന്യൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഗൂഗിളിൽ ഡൗൺലോഡ് അടിച്ചു കൊടുത്താൽ ഒരുപാട് വെബ്സൈറ്റ് URL കിട്ടും. ഇത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്. അവിടെ പോയി നിങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പം ഇതിനോട് മാച്ചിങ് ആയിട്ടുള്ള ഒരുപാട് ഫോണ്ടുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആപ്റ്റായിട്ടുള്ള നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ബെസ്റ്റ് ഫോണ്ട് ചൂസ് ചെയ്യുക. ഇത് ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്ത ഫസ്റ്റ് ഫോണ്ട് തന്നെയാണ് ഇതിനായിട്ട് ലിസ്റ്റ് ചെയ്തത്. ചിലപ്പോൾ ചില ഫോണ്ടിന് മറ്റേതെങ്കിലും ഫോണ്ടായിരിക്കും കാണുന്നത്. അത് പലതും പെയ്ഡ് തന്നെ ആയിരിക്കും ഇവിടെ കാണുന്നത്. അതിൽ നമുക്ക് ഏറ്റവും എക്സാക്റ്റ് മാച്ച് വരുന്ന ഫ്രീ ഫോണ്ട് കണ്ടുപിടിക്കുക. അത് ഒന്നുകിൽ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക, അതല്ല ഇവിടെ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ആ ഫോണ്ട് നെയിം സെലക്ട് ചെയ്ത് ഗൂഗിളിൽ ഫൈൻഡ് ചെയ്ത് സെർച്ച് ചെയ്തെടുത്ത് അത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ പ്രിന്റഡ് ഇമേജിൽ നിന്നല്ലാതെ ഒരു വെബ്സൈറ്റിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഡിഫറെൻറ്റ് ഫോണ്ടുകൾ കണ്ടുപിടിക്കാൻ നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ചെയ്ത ഒരു ഗ്രാഫിക് ഡിസൈൻ മേഖലയിൽ ചിന്തിക്കുന്നവരാണ് ഒരു പ്രിന്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇമേജിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഫോണ്ട് കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതുപോലെ പല വെബ്സൈറ്റുകളിലും പല മനോഹരമായ ഫോണ്ടുകൾ ഉപയോഗിച്ചിരിക്കുന്നതാണ്. നമ്മുടെ ടിപ്പിക്കലായിട്ട് ഒരു വെബ്സൈറ്റിൽ ഉപയോഗിക്കുന്ന ഫോണ്ടുകളല്ലാതെ ചില വ്യത്യസ്തമായ വെബ് ഫോണ്ടുകൾ ചില വെബ്സൈറ്റുകളിൽ ഉപയോഗിക്കുന്നതാണ്. ആ ഫോണ്ടും നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഷോർട്ട് കട്ടും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിനായി നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം. നിങ്ങൾ ഉപയോഗിക്കുന്നത് ക്രോം ബ്രൗസർ ആണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ചെന്ന് വാട്ട് ഫോണ്ട് ക്രോം എക്സ്റ്റൻഷൻ എന്നൊന്ന് സെർച്ച് ചെയ്യുക. ഓർക്കുക, വാട്ട് ഫോണ്ട് ക്രോം എക്സ്റ്റൻഷൻ. നിങ്ങൾ യൂസ് ചെയ്യുന്നത് ക്രോം ആയിരിക്കണം. ഇത് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു URL കിട്ടും. ക്രോമിൻ്റെ എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു എക്സ്റ്റൻഷൻ കിട്ടും. അവിടെ നിന്ന് നിങ്ങൾക്ക്
ഞാനിവിടെ ഓൾറെഡി വാട്ട് ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞാലുള്ള ബട്ടണായിരിക്കും കിടക്കുന്നത്. ആ ഇൻസ്റ്റാൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഇവിടെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് റിമൂവ് ആണ് കിടക്കുന്നത്. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ആ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ എക്സ്റ്റൻഷൻ ബാറിൽ വരും. ഈ സിമ്പിളിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രൗസറിൽ ഏതെല്ലാം എക്സ്റ്റൻഷൻസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഇവിടെ കാണും. ഞാനിവിടെ വാട്ട് ഫോണ്ട് മാത്രമേ ഇപ്പോൾ തൽക്കാലം ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാനത് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു ഐക്കൺ കൂടി നമുക്കിവിടെ റെപ്രസെൻറ്റ് ചെയ്യും. കണ്ടോ? ഓക്കെ, ഇനി വെബ്സൈറ്റിൽ നിന്ന് ആ ഫോണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും വെബ്സൈറ്റ് സെർച്ച് ചെയ്യുക. ഞാനിവിടെ uxuimania.com എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. വെബ്സൈറ്റ് അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്, സൈറ്റ് കഴിഞ്ഞിട്ടില്ല. എനിവേ നമുക്ക് കുറച്ച് ടെക്സ്റ്റുകളൂടെ കാണും. അപ്പോൾ ഹൈ ഡിസൈനേഴ്സ് സംതിങ് ഈസ് ഹാപ്പനിങ് സ്റ്റേ ട്യൂൺ എന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പം ആ ഫോണ്ട് എന്ന് പറയുന്നത് നമ്മൾ ടിപ്പിക്കലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഏരിയലോ ടൈംസ് ന്യൂ റോമനോ പോലുള്ള ഫോണ്ടല്ല. അപ്പം വേറെ ഏതോ ഒരു ഫോണ്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഏതാണെന്ന് നമുക്കൊന്ന് കാണണം, മനസ്സിലാക്കണം പെട്ടെന്ന്. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ക്രോം എക്സ്റ്റൻഷൻ ക്ലിക്ക് ചെയ്യുക. ദെൻ നിങ്ങളുടെ മൗസ് വന്ന് വരും. അല്ല, മൗസ് എടുക്കുമ്പോൾ തന്നെ അതിനകത്ത് ആ ഫോണ്ടിൻ്റെ നെയിം കാണിക്കുന്നു. ഇവിടെ ബിക്കോസ് ഒരു ഫോണ്ടേ എഴുതിയിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ വന്ന് ഇതിൻ്റെ ഇവിടെ വന്ന് മൗസ് ഓവർ വരുമ്പോൾ തന്നെ ഫോണ്ടിൻ്റെ നെയിം അതിനകത്ത് എഴുതി കാണിക്കുന്നു. മോൺസെറാത്ത് എന്ന് പറയുന്നൊരു ഫോണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കണ്ടോ, മോൺസെറാത്ത് എന്ന് പറഞ്ഞ ഫോണ്ട് ആയതുകൊണ്ട് ഇവിടെ ഞാൻ കഴ്സർ വരുമ്പം തന്നെ അതിനകത്ത് മോൺസെറാത്ത് എന്ന് എഴുതി കാണിക്കും. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടൊരു പോപ്പപ്പ് വരും. ആ പോപ്പപ്പിനകത്ത് നമ്മൾ എന്തെല്ലാം സാധനം മോൺസെറാത്ത് എന്നുള്ള ഫോണ്ട് 200 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫോൺ ഫാമിലി എന്ന് പറയുന്ന ഇതാണ്, അതിൻ്റെ സ്റ്റൈൽ ഇതാണ്, അതിൻ്റെ വെയിറ്റ് എത്രയും കൊടുത്തിട്ടുണ്ട്, ഫോണ്ടിൻ്റെ സൈസ് എത്ര കൊടുത്തിട്ടുണ്ട്, കളർ ഏതാണ് തുടങ്ങി എല്ലാ കാര്യങ്ങളും ഒരു പോപ്പപ്പ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരും. എന്നിട്ട് ആ കഴിയുമ്പോൾ ക്ലോസ് ചെയ്യുക. ബ്യൂട്ടിഫുൾ അല്ലേ? അപ്പോൾ ഇതുപോലെ ഏത് വെബ്സൈറ്റിനകത്ത് എന്ത് മനോഹരമായ ഫോണ്ട് അവർ യൂസ് ചെയ്താലും നമുക്ക് ഈ എക്സ്റ്റൻഷൻ വഴി ഫോണ്ട് കണ്ടുപിടിക്കാം. ഫോണ്ട് കണ്ടുപിടിക്കുക മാത്രമല്ല, ഫോണ്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽസും നമുക്ക് കണ്ടുപിടിക്കാം അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ആ ഫോണ്ട് നമുക്ക് എവിടെ നിന്നെങ്കിലും ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുമെന്നുണ്ടെങ്കിൽ ഫ്രീ ആണെങ്കിലേ എടുക്കാവൂ. അതുകൂടെ പറഞ്ഞേക്കാം. പ്രത്യേകിച്ചും വെബ് പർപ്പസിനെയും യൂസർ ഇൻ്റർഫേസ് മേഖലയിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് ഫോണ്ടുകളും ഡിസൈൻസുകളും എല്ലാം തന്നെ പെയ്ഡ് ആയിട്ടുള്ളവയായിരിക്കും. അപ്പം ഇതുപോലുള്ള മനോഹരമായ ഫോണ്ട് നമുക്ക് കാണുകയും അത് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് നെക്സ്റ്റ് പ്രോജക്റ്റുകളിലൊക്കെ ആ ഫോണ്ടുകൾ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഫ്രീ ഫോണ്ട് ആണെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. അതല്ല നിങ്ങൾ പെയ്ഡ് ആയിട്ട് പൈസ കൊടുത്ത് മേടിക്കാൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് പേ ചെയ്ത് മേടിച്ച് നിങ്ങളുടെ നെക്സ്റ്റ് പ്രോജക്റ്റുകൾക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റും. അതുകൊണ്ട് സൂപ്പറായിട്ടൊരു വെബ്സൈറ്റ് ഇനി കാണുമ്പോൾ അതിലെ മനോഹരമായ ഫോണ്ടുകളും നിങ്ങൾ വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കുക. നിങ്ങളുടെ നെക്സ്റ്റ് പ്രോജക്റ്റിനകത്ത് അതുപോലുള്ള ബ്യൂട്ടിഫുൾ ഫോൺസ് യൂസ് ചെയ്ത് ശീലിക്കുക. ഓക്കെ, അപ്പോൾ തൽക്കാലം ഈ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഫോണ്ടുകൾ കണ്ടുപിടിക്കാൻ അത് ഇമേജിൽ നിന്നും വെബ്സൈറ്റിൽ നിന്നും എങ്ങനെയാണെന്ന് ഏകദേശം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഇതുപോലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ ഗേസ്.